ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വി പാർക്കിലോട്ടൊന്ന് പോവുകയാണേ. അച്ചു അമ്പിയൊക്കെ വന്നിട്ട് ഇപ്പം 3-4 ദിവസമായി. അവന്മാരെ കൊണ്ട് പുറത്തൊന്നും പോയില്ല. ഹോസ്പിറ്റലിൽ പോയി എന്നുള്ളതല്ലാതെ ഇങ്ങനെ ഒന്ന് കറങ്ങാനോ ഫുഡ് അടിക്കാനോ ഒന്നും നമ്മൾ പോയിട്ടില്ലായിരുന്നു കേട്ടോ. ഒന്നാമത്തെ കാര്യം മഴ കാരണം പിള്ളേരെയും കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ എന്തുമായാലും നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ ഏട്ടനും കൂടെ വരാനിരുന്നതായിരുന്നു. ഏട്ടനപ്പോൾ അവിടെ ഒരു ഫുട്ബോൾ കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് അവിടെ കണ്ടുകൊണ്ടിരുന്നു. വിളിച്ചവൻ പറഞ്ഞു 15 മിനിറ്റ് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ലാസ്റ്റ് പറഞ്ഞു നിങ്ങൾ പോയിട്ട് വാന്ന്. അപ്പം ഞങ്ങൾ ഓർത്തെങ്കിൽ ഞങ്ങൾ പോയിട്ട് വരാം, അച്ചു ഉണ്ടല്ലോ കൂടെ. അങ്ങനെ ഞങ്ങളാണെങ്കിൽ പോവുകയാണേ. അമ്പിമാമൻ്റെ കൂടാണ് എന്തുമായാലും ശ്രീമോൻ ഇരിക്കുന്നത്. അങ്ങനെ കാറിൽ പോയതുകൊണ്ട് തന്നെ കാശിയാണെങ്കിൽ സ്കേറ്റിംഗ് ബോർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പാർക്കിൻ്റെ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ടാണ് വണ്ടി പാർക്ക് ചെയ്തത്. അങ്ങനെ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ വി പാർക്കിലോട്ട് നടക്കുവാണ്. ആദ്യം സ്കേറ്റ് ചെയ്തതിന് ശേഷം പാർക്കിൽ കയറാമെന്നുള്ള തീരുമാനത്തിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ശ്രീമോനാണെങ്കിൽ അഭിമാമൻ വന്നപ്പോൾ തൊട്ട് അഭിമാമൻ്റെ കയ്യിൽ തന്നെയാണ്. അങ്ങനെ അവൻ എല്ലാവരുടെയും കയ്യിൽ നിന്നും പോകുന്ന അല്ലെങ്കിൽ പോലും അമ്പിമാമനെ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനാണെങ്കിൽ പിള്ളേരുടെ താളത്തിന് തുള്ളി നിൽക്കും. അതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്ത് അവൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ സ്കേറ്റിംഗ് പഠിപ്പിക്കുവാണ് കേട്ടോ, സ്കേറ്റിംഗ് ഷൂവിൽ. അതുകൊണ്ട് തന്നെ കാശിക്ക് ഭയങ്കര മടിയായിരുന്നു ഇറങ്ങാനായിട്ട്. ഒത്തിരി പേരുണ്ടായിരുന്നു. പിന്നെ തട്ടുകയോ എടുക്കുകയൊക്കെ ചെയ്യുമല്ലോ എന്നുള്ള ഒരു ടെൻഷൻ കാരണം അവനാണെങ്കിൽ ഭയങ്കര ഒന്ന് അറച്ചറച്ചാണ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പഴയ പോലെ ഒരു എനർജിയിൽ സ്പീഡിൽ പോവുകയോ എടുക്കുകയോ ഒന്നും ചെയ്തില്ല. പിള്ളേർ വരുമ്പോൾ തട്ടി വീണാലോ എന്ന് പേടിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് അവനും അങ്ങ് ബോറടിയായി. പിന്നെ ഈ പിള്ളേരെ എല്ലാം കൂടെ കണ്ടതുകൊണ്ട് തന്നെ ശ്രീമോനും അങ്ങനെ തറയിൽ ഇറങ്ങിയില്ലായിരുന്നു. അപ്പം ഞാൻ പറയുമെങ്കിൽ നമുക്ക് കുറച്ച് നേരം അങ്ങോട്ടൊക്കെ നടക്കാം. അപ്പോൾ ശ്രീമോൻ താഴെ ഇറങ്ങുമല്ലോ. അങ്ങനെ ശ്രീമോനെ താഴെ ഇറക്കി നടത്തിക്കൊണ്ട് നമ്മൾ ആ പാർക്ക് പോലുള്ള ആ ഒരു ഏരിയയിലോട്ട് പോവുകയാണ്. ശ്രീമോനെ പിന്നെ തറയിലോട്ട് ഇറക്കി കഴിഞ്ഞാൽ ശ്രീമോൻ ഇവിടെ തറയിലൊന്നും നിൽക്കത്തില്ല, ഓടും. അവൻ നടക്കുകയൊന്നുമല്ല ചെയ്യുന്നത്, ഓടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര ഒരു എനർജിയിൽ അവൻ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അവിടെ ഇവിടെയും തട്ടും മുട്ടും ചെയ്യാതെ എന്തായാലും സൂക്ഷിച്ച് പോകുന്നുണ്ട്. അമ്പിമാമനും അച്ചുമാമനും എന്തായാലും കൂടുണ്ട് കേട്ടോ. അച്ചുമാമനാണെങ്കിൽ ഫുൾ ടൈം ഫോൺ ചെയ്യലാണ്. ആരെയാണോ വിളിക്കുന്നതെന്ന് ആർക്കറിയാം, ചോദിച്ചാലൊന്നും പറയത്തതുമില്ല കേട്ടോ. അങ്ങനെ എൻ്റെ സബ്സ്ക്രൈബർ വല്ലതും ആണ് ഈ വിളിക്കുന്നുണ്ട് എങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ഇടണം കേട്ടോ. ഇത് കേട്ട് കഴിഞ്ഞാൽ ഇവൻ എന്നെ ചീത്ത വിളിക്കുകയും ചെയ്യും. എങ്കിലും കുഴപ്പമില്ല, ആരാണെന്ന് അറിയാമല്ലോ. അങ്ങനെ പിന്നെ നമ്മളാണെങ്കിൽ അവിടെ പോയി കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ ഈ ബോർഡും ഈ ഹെൽമറ്റും എല്ലാം ഇവൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെയും ശ്രീമോൻ്റെ ചുമതലയാണ് പിടിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് നടക്കാനുള്ളത്. അപ്പോൾ ആ ഹെൽമറ്റ് എടുത്ത് എന്തുമായാലും ശ്രീമോൻ അങ്ങ് തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. കുറച്ച് സമയമേ വെച്ചുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് ദേഷ്യം വന്നപ്പോൾ അവൻ അത് ഊരി കളഞ്ഞിട്ടുണ്ടായിരുന്നേ. എന്ന് വെച്ചാൽ അവനെക്കാട്ടി വലുതായതുകൊണ്ട് അവനത് പിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. കാശിയാണെങ്കിൽ പിന്നെ അങ്ങ് ഭയങ്കര എനർജിയിൽ അവിടെ കുറേ പെൺപിള്ളേരോടൊക്കെ നിൽക്കുന്നതുകൊണ്ട് പിന്നെ ഭയങ്കര എനർജിയിലൊക്കെ അങ്ങ് ചവിട്ടി എടുത്തൊക്കെ കാണിക്കുവാണ് കേട്ടോ. അമ്പിമാമനാണ് ഈ വീഡിയോ എല്ലാം എടുക്കുന്നത്. ഒന്നും വിടാതെ എല്ലാ അമ്പിമാമൻ എന്തായാലും എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഷോർട്സ് ആയിട്ടല്ല ഞാൻ എടുക്കുന്നത്. ഇവൻ അങ്ങനല്ല, ഇവനെല്ലാം കറക്റ്റായിട്ടൊരു 10-15 മിനിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലുള്ള വീഡിയോസൊക്കെ ഇങ്ങനെ അങ്ങ് എടുക്കുവേ. ഞാൻ പിന്നെ അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് സ്പീഡ് കൂട്ടിയൊക്കെ വേണം വീഡിയോ എടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ കുറേയൊക്കെ എടുത്ത് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ സ്റ്റോറേജ് ഫുള്ളാവുന്ന രീതിയിലുള്ള വീഡിയോ എടുപ്പാണ് അമ്പിമാമൻ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ പിന്നെ ശ്രീമോനാണെങ്കിൽ ഒരിടത്ത് നിൽക്കേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അങ്ങ് ഓടണം. പിന്നെ ആ സ്കേറ്റിംഗ് ബോർഡിൽ കയറി കളിക്കണം. അതൊക്കെയാണ് അവൻ്റെ പ്ലാനിങ്. ഇവിടെ നിൽക്കുവാണെങ്കിലും ആ ഇതിൽ കൂടെ നെറ്റിൽ കൂടെ അപ്പുറത്തെ പാർക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നേ, അങ്ങോട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ അവിടെ ചെന്നാലേ എല്ലാത്തിലും കയറാനൊക്കെ പറ്റത്തുള്ളൂ. ഇവൻ ഇതിലൊന്നും കയറാൻ പറ്റത്തില്ല ശ്രീമോന്. ഇതെല്ലാം കണ്ടുകൊണ്ടും ഇതുവഴിയൊക്കെ നടക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അച്ചുമാമൻ കുറച്ച് നേരം ഇതിലൊക്കെ കയറ്റി എടുക്കുകയൊക്കെ ചെയ്തേ. അപ്പോൾ അമ്പിമാമൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവൻ അങ്ങ് നിർത്തിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് വീഡിയോ എടുത്തപ്പോഴത്തേക്ക് കാശി ഓടി വന്ന് കയറുകയും ചെയ്തു. അതുകൊണ്ട് അമ്പിമാമൻ ഒരുപാട് ചെയ്യുന്നതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇത് പിന്നെ ഞങ്ങളൊരു വീഡിയോ നമുക്ക് സ്റ്റോറി ഇടാൻ വേണ്ടി എടുത്തതായിരുന്നു കേട്ടോ. പിന്നെ കുറേ ഫോട്ടോസൊക്കെ ആക്കി അവിടുന്ന് പിന്നെ നമ്മൾ നേരെ ഇറങ്ങി നമ്മുടെ അപ്പുറത്തെ പാർക്കിലോട്ട് കയറുവാണ്. നെഹ്റു പാർക്കാണ്. അപ്പോൾ അവിടെ വന്നാലും എല്ലാത്തിലും ഒന്നും കയറത്തില്ല, ചിലതിലൊക്കെ ചാടി കയറത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഇതിൽ കയറാനായിട്ട് കയറി ശ്രീമോനെ കയറ്റിയില്ല. കുറച്ച് സമയം ഇവനിങ്ങനെ കളിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് ബോറടിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു പടവെന്നും പറഞ്ഞ് വന്ന് താഴെ ഇടിക്കുമായിരുന്നേ. അങ്ങനെ പിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതിൽ നിന്ന് അങ്ങ് ചാടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്ന ഊഞ്ഞാൽ നോക്കിയാണ്. ഊഞ്ഞാൽ ആടുന്നിടത്ത് മൊത്തം വെള്ളമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരെണ്ണത്തിൻ്റെ അവിടെ വെള്ളമില്ല, അത് വേണമെങ്കിൽ കയറിക്കും, മറ്റേത് കയറരുതെന്ന് പറഞ്ഞു. ഒന്നാമത് ഷൂ ആണ് ഇട്ടേക്കുന്നത്, പിന്നെ ഫുൾ പാൻറ്റും. അതിലാണെങ്കിൽ അഴുക്കാവുകയും ചെയ്യും. അപ്പോൾ ഒരാൾ ആടിക്കൊണ്ടിരിക്കുകയായതുകൊണ്ടാണ് ഇവൻ്റെ മുഖം അങ്ങ് മാറിയത്. മറ്റിടത്ത് കയറാനും പറ്റത്തില്ലല്ലോ. അങ്ങനെ പിന്നെ ഈ സൈഡിൽ കൂടെ ഇറങ്ങി വരിക. അപ്പോൾ അമ്പിമാമനോട് ഞാൻ അവനെ വിടറാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്പിമാമൻ അവിടെ അങ്ങ് കയറി കേട്ടോ.
ഞാൻ അവനെ കളിയാക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തു. നിന്നോട് ആരെങ്കിലും അതിൻ്റെ മണ്ടയിൽ കയറാൻ പറഞ്ഞു, അവനെ കയറ്റി വിടാനല്ലേ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ ഇവനെ കുറച്ച് സമയമൊക്കെ അവിടെ കളിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരുപാട് സമയമൊന്നും കളിപ്പിക്കാൻ പറ്റിയില്ല കേട്ടോ. ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് ഒരാളെ തന്നെ എപ്പോഴും അങ്ങ് ചെയ്യിക്കാനും പറ്റത്തില്ലല്ലോ. അങ്ങനെ പിന്നെ നമ്മളാണെങ്കിൽ കുറച്ച് സമയമൊക്കെ അതിലൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറെ എങ്ങോട്ടേലും പോകാൻ കുറച്ച് സമയം ഇരുന്നിട്ടൊക്കെ പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കയറിയേ. ഇപ്പോൾ 2-3 വട്ടം ഇവിടെ വന്നെങ്കിലും ഇതിൻ്റെ ഫ്രണ്ടിൽ വരുമോ ഈ സ്റ്റെപ്പിൽ കയറുമോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് വന്ന് നോക്കാമെന്നും പറഞ്ഞ് വന്നതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഈ ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ കാണാനായിട്ട്. ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ അച്ചുമാമനാണെങ്കിൽ സ്കേറ്റിംഗ് ബോർഡും ഹെൽമെറ്റും വണ്ടി വെക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ വന്നതാണ്. അപ്പോൾ ഇതിനെ മേളിൽ കയറിയിട്ട് കാശി ഇതിൽ കൂടെ നിരങ്ങി ഇറങ്ങി വന്നത്. അപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞ് അവനെ ഇങ്ങനെ മാറ്റി. ഞാൻ പറഞ്ഞു വേണ്ട ഇനി കയറണ്ട പോവാമെന്ന് പറഞ്ഞതിനാണ് നിന്ന് കരയുന്നത്. അപ്പോൾ ഈ അഹങ്കാരമൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ഞാൻ എവിടെ ആവുമെന്ന് ഞാൻ നോക്കത്തില്ല. ഒന്നെങ്കിൽ ഞാൻ അടിക്കുകയോ അല്ലെങ്കിൽ വഴക്ക് പറയുകയോ ചെയ്യും. അതൊക്കെ പിന്നെ നിമിഷ നേരം കൊണ്ട് അത് മാറുകയും ചെയ്യും. അവിടെ കരഞ്ഞുകൊണ്ട് നിന്നവനാണ് ഇപ്പോൾ ഈ തുള്ളിച്ചാടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തത് കയറണമെന്നും പറഞ്ഞ് ചാടി കയറിക്കൊണ്ടിരിക്കും. അവൻ്റെ പപ്പ ഉണ്ടായിരുന്നു ഇവനെ പിടിച്ച് ഓരോന്നതിലും കയറ്റിയേനെ. ഇതിപ്പോൾ ഇവന്മാരൊന്നും പിടിച്ചാൽ ശരിയാവത്തില്ല, ഇവൻ അടങ്ങി നിൽക്കത്തില്ല. അതുകൊണ്ട് തന്നെത്താനെ ഓരോന്ന് കാണിച്ചുകൊണ്ട് നിൽക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴാണ് ഈ താറാവിനെ കണ്ടത്. ഉടനെ അതിൽ കയറണം ചേട്ടനും അനിയനും. അങ്ങനെ അതിൽ ചാടി കയറി. അത് കുറച്ച് നേരം കറങ്ങിയപ്പോഴത്തേക്ക് അമ്പിമാവൻ പറയുന്നത് എനിക്ക് തല കറങ്ങുന്നത്. അവന് തല കറങ്ങുകയൊക്കെ ചെയ്ത് അവൻ ഛർദ്ദിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നീ ഇങ്ങ് മാറി ഞാൻ കറക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പിടിച്ച് കറക്കിക്കൊണ്ട് നിൽക്കുവാണ്. കറങ്ങി എനിക്കും അങ്ങ് വല്ലാണ്ട് വന്നു കേട്ടോ. ഒത്തിരി സമയം ഞാനിങ്ങനെ ഒന്ന് കറക്കി. ലാസ്റ്റ് ശ്രീമോൻ അതിൽ നിന്ന് ഇറങ്ങുന്നില്ല, അവനെ പിടിക്കണ്ട എന്നൊക്കെയാണ് പിന്നെ പറയുന്നത്. അവ കാശ് കാണിക്കുന്ന പോലെ എല്ലാ ശ്രീമോനും കാണിച്ചുകൊണ്ടിരിക്കുവാണ് അതിൽ. അത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ പറഞ്ഞു ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് ഒരു തരത്തിൽ അവൻ ഇറങ്ങുന്നില്ല. കൈ പോലും എനിക്ക് തരുന്നില്ലായിരുന്നു. ലാസ്റ്റ് പിടിച്ച് വലിച്ച് അടുത്തത് കയറാമെന്നും പറഞ്ഞുകൊണ്ട് എന്തുവരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയേ. പിന്നെ അവിടെ നിന്ന് നടന്ന് നേരെ നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ട് വരുവാണ്. അങ്ങനെ വണ്ടിയിൽ കയറി. അപ്പം ഞാൻ പറഞ്ഞു വെള്ളം കുടിക്കാം, ജ്യൂസോ ഷേക്ക് എന്തെങ്കിലും കുടിക്കാം. ലക്ഷ്മി കയറാമെന്നായിരുന്നു പ്ലാന്. അങ്ങനെ ലക്ഷ്മിയുടെ അവിടെ വന്നപ്പോഴത്തേക്ക് ഷവർമ്മ കോട്ടന്ത് വില അടച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പിന്നെ എനിക്ക് ഇവിടെ വേണ്ട, നമുക്ക് പോളയത്തോട്ടി പോകാമെന്നും പറഞ്ഞു നേരെ പോളയത്തോട്ടി വന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊക്കെ വേണ്ടുന്നതെന്ന് വെച്ചാൽ പറയും. എനിക്കാണെങ്കിൽ ഷേക്ക് കുടിക്കാൻ വയ്യായത്. ഒന്നാമതെ തൊണ്ടവേദനയൊക്കെ ഒന്ന് മാറിയതേ ഉള്ളൂ. ഇനി ഷേക്ക് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇരട്ടി പണിയാവുമല്ലോ എന്ന് കരുതി എനിക്കൊരു ലൈം പറഞ്ഞെങ്കിലും ഭയങ്കര ഐസായിരുന്നു അതിൻ്റെ അതിൽ. അങ്ങനെ അതും കുടിച്ചിട്ട് നേരെ നമ്മൾ വീട്ടിലോട്ടിങ്ങ് പോന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.